അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്ത് നൂറിലെ 16-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്തിൻ്റെ പാരായണ നിയമങ്ങളും ആവർത്തിച്ചുള്ള പാരായണങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥമാണ് മനസ്സിലാക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദീകരണങ്ങളുമാണ്. ഹദീസിൽ ഇഫ്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചു വരുന്നത്. തൊട്ടു മുന്നിലുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇത് തലക്കൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങളുടെ നാവുകൾ അത് ഏറ്റെടുത്ത് പറഞ്ഞു. അത് പറഞ്ഞ സന്ദർഭം തഖൂലൂന ബി അഫ്വാഹിക്കും, നിങ്ങളുടെ വായുകൾ കൊണ്ടത് മൊഴിയുകയും ചെയ്തു. മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വിവരവുമില്ല, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. തഹ്സബുനഹു ഹയ്യന, നിങ്ങളതൊരു നിസ്സാര കാര്യമാക്കിയിട്ട് മനസ്സിലാക്കി, നിങ്ങളതൊരു നിസ്സാര കാര്യമായിട്ടാണ് കണ്ടത്. ഓഹു ഇൻദല്ലാഹി അലീം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക്, അവൻ്റെ വായിൽ നിന്ന് മൊഴിയുന്ന വാക്കുകൾ വളരെ ഗുരുതരമാണ്. നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന കാര്യം ഉണർത്തിയതിന് ശേഷം, അപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? നാവും വായും. ഇനി ചെവിയാണ് പറയാൻ പോണത്. അപ്പം പറയുന്നു എന്നതൊരു ഗൗരവമുള്ള കാര്യം. ഇനി പറയുന്ന ഇത്തരം കാര്യങ്ങൾ, അപവാദങ്ങൾ നമ്മൾ കേട്ടാൽ, നമ്മളെ ചെവി, ഇപ്പം നാവും വായും പറഞ്ഞു, ഇനി ചെവിയാണ്. വലൗല, ശ്രദ്ധിക്കുക, അർത്ഥം ഞാൻ പറയാം, ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം. വലൗല ഇത് സമിഅ്തുമൂഹു, നിങ്ങൾ അത് കേട്ട സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല? കുൽത്തും, നിങ്ങൾ പറയുക എന്നത്. അത് കേട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അത് പറയുക, നിങ്ങൾ കേട്ട സമയത്ത് കേട്ടപ്പോൾ നിങ്ങൾ ഒരു വാക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല? മാ കുൽത്തും. സലാം. വലൗല ഇത് സമിഅ്തുമൂഹു കുൽത്തും. ലൗല എന്ന് പറയുന്ന അർത്ഥം എങ്കിൽ ആകുമായിരുന്നു എന്നാണ്. അതൊരു പ്രയോഗമാണ്, ഒരു ചോദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ വാവ് മേലെ പറഞ്ഞ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ആ വാവ്. ലൗല ഇത് സമിഅ്തുമും, സമിഅ്തും, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു, സമിഅ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടു. സമിഅ്തുമൂഹു, അത് നിങ്ങൾ, ആ ഹൂ എന്ന് പറഞ്ഞാൽ ഹദീസിൽ ഇഫ്കാണ്, അത് നിങ്ങൾ കേട്ട സന്ദർഭത്തിൽ കുൽത്തും, നിങ്ങൾ പറഞ്ഞു. അപ്പം ലൗലാ കുൽത്തും ഇത് സമിഅ്തുമൂഹു എന്നാണ് ശരിക്കും അവിടെ. എങ്ങനെ? ലൗലാ കുൽത്തും ഇത് സമിഅ്തുമൂഹു, നിങ്ങൾ കേട്ട സന്ദർഭത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ലൗലാ കുൽത്തും ഇത് സമിഅ്തുമൂഹു, നിങ്ങൾ കേട്ട സന്ദർഭത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? എന്താ പറയേണ്ടിരുന്നത്? മാ യകൂനു ലന, ഇത് നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാ യകൂനു ലന, നമുക്കുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അൻ നതകല്ലമ, ഇത് സംസാരിക്കുക എന്നത്. തകല്ലമ പറഞ്ഞാൽ സംസാരിക്കുക, തകല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, തകല്ലമ സംസാരിച്ചു, തകല്ലമ യതകല്ലമു, തകല്ലും സംസാരം. കലാമില്ല, എന്താ കലാം എന്ന് പറഞ്ഞാൽ വാക്ക്, തകല്ലമ എന്ന വാക്ക് സംസാരിക്കുക എന്നാണ്. അപ്പം തകല്ലമ യതകല്ലമു നതകല്ലമു,
അന്നതകല്ലമ മാ യകൂനു ലനാ അന്നതകല്ലമ ബിഹാദ. ഹദ ഇത്, ഹദ എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം ഇത് സംസാരിക്കാൻ നമുക്ക് പാടില്ലാത്തതാകുന്നു എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്താണ്? ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഹാദാ ബുഹ്താനുൻ അലീം, ഇത് വളരെ വ്യക്തമായ ഒരു കെട്ടുകഥയാകുന്നു. ഹാദാ ഇത് ബുഹ്താനുൻ ഒരു കെട്ടുകഥയാണ്, ഒരു അപവാദമാണ്. അലീം ഭയങ്കരമായ ഒരു അപവാദമാണ് ഇത് എന്നും നീ എത്ര പരിശുദ്ധനാണ് എന്നും എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല? അതുമാത്രമല്ല, നമുക്കിത് സംസാരിക്കാൻ പാടില്ലാത്തതാണ് എന്നും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പം മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയണം. രണ്ട്, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ് എന്ന് തസ്ബീഹ് പറയണം. മൂന്ന്, ഇത് ബുഹ്താനുൻ അലീമാണ് എന്ന് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം അപവാദം കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല എന്നതാണ്. അപ്പം അർത്ഥം നോടി പറയും, എങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കുക ആദ്യം. വലൗല ഇത് സമയത്തുമൂഹു കുൽത്തും, നിങ്ങൾ കേട്ട സന്ദർഭത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? മാ യകൂനു ലനാ അന്നതകല്ലമ ബിഹാദ, ഇത് നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് എന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല? ഹാദാ ബുഹ്താനുൻ അലീം, ഇത് ഭയങ്കരമായ അപവാദമാണ് എന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ബുഹ്താൻ എന്ന് പറഞ്ഞാൽ അപവാദം, കെട്ടുകഥ എന്നൊക്കെയാണ്. അലീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായത് എന്നാണ്. അപ്പോൾ ഒരുമിച്ച് അർത്ഥം എഴുതിക്കൊള്ളൂ. ആയത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് എഴുതുക. നിങ്ങൾ ഇത് കേട്ട സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നും അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് എന്നും ഇത് ഭയങ്കരമായ ഒരു അപവാദം തന്നെയാകുന്നു. ഇത് ഭയങ്കരമായ ഒരു അപവാദം തന്നെയാകുന്നു.
ഭയങ്കരമായ ഒരു അപവാദം തന്നെയാകുന്നു എന്നും എന്നും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇനി ആ ആയത്തൊന്ന് ഓതി എല്ലാവരും അർത്ഥം മനസ്സിലാക്കിയിട്ട് കാണാതെ. سبحانك هذا بهتان عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم ولولا سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. ഇപ്പോൾ ഖുർആനിലെ ഒരു ആയത്ത് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓതാൻ പറ്റുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഉന്നതമായ പദവിയും സ്ഥാനവും കിട്ടാൻ കാരണമാകുന്ന വിഷയമാണ്. ഇനി ഇതിൻ്റെ തദബ്ബുറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സമഅ്, ഇതാണ് ഈ ആയത്തിലെ പ്രധാന വിഷയം. നമ്മളെ സമഅ് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാകാൻ പറ്റില്ല. കാരണം എന്താ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാണ്, ചോദ്യം ചെയ്യപ്പെടും. നമ്മളെ സമഅ് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ സമഅ് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കേൾക്കാം. അപ്പോൾ ചില ആൾക്കാർ പറയും എല്ലാം കേൾക്കുകയും അങ്ങനെയാണ്, എല്ലാം കേൾക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലത് പിൻപറ്റുക. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തൊന്നുമില്ല എല്ലാം കേൾക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മളെ വക അർത്ഥം പറഞ്ഞതാണ്. ഖുർആൻ എന്താണെന്ന് പറഞ്ഞത്? ഖുർആൻ അല്ല പറഞ്ഞത് ആ അൽ ഖൗൽ കേൾക്കണം എന്നാ. അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. എന്നിട്ട് ആ അൽ ഖൗൽ അല്ലതിനെ യസ്തമിഊന അൽ ഖൗല, എന്താണ് സൂറ സുമർലാമൻ കൂർമ വബശ്ശിർ ഇബാദ്, എൻ്റെ അടിമകളെ സന്തോഷവാർത്ത അറിയിക്കാം. ഏത് അടിമകൾക്കാ സന്തോഷവാർത്ത? അല്ലദിന യസ്തമിഊന അൽ ഖൗല, അൽ ഖൗൽ, ആ വാക്ക് അവർ ശ്രദ്ധിച്ചു കേൾക്കും, ഇസ്തിമായി ചെയ്യും. ഇസ്തിമായി ചെയ്യാൻ വേണ്ടി ഖുർആനിൽ പറഞ്ഞ വാക്ക് ഏതാ? ഇസ്തിമായി ചെയ്യാൻ വേണ്ടി പറഞ്ഞ വാക്ക് ഏതാ? അൽ ഖൗൽ ഏതാ? ഖുർആനാണ്. വൈദാ ഖുരിഅ അലൈഹിമുൽ ഖുർആൻ ഫസ്തമിഊ ലഹു. വഇദ് സറഫനാ ഇലൈക നഫറു മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആന. ഖുർആൻ ഇസ്തിമായി ചെയ്യുക, ഖുർആനാണ്. ഇസ്തിമായി ചെയ്യേണ്ട അൽ ഖൗൽ ഏതാ? അൽ ഖൗൽ ഖുർആനാണ്. അല്ലദിന യസ്തമിഊന അൽ ഖൗല വയത്തബിഊന അഹ്സന പറഞ്ഞാൽ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. അതായത് സൂറത്ത് ഉമർ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹ് ഇറക്കിയ ഏറ്റവും അഹ്സനത ഖുർആൻ തന്നെയാണ്. ഇതിന് ആ ഖുർആനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനുള്ളതൊക്കെ അഹ്സനല്ലേ. അപ്പോൾ എല്ലാ ചപ്പും ചവറും കേൾക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല.
അപ്പം സമഅ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം എന്താ? സമഅിനനുസരിച്ചാണ് നമ്മളെ ബാക്കിയുള്ള എല്ലാം രൂപപ്പെട്ട് വരിക. കേൾവി ശക്തിയില്ലാത്ത ഒരു കുട്ടി സംസാരിക്കുന്നത് പ്രയാസമാണ്, അല്ലേ? അല്ലേ? അപ്പം സംസാരിച്ച് തുടങ്ങുന്നതിൻ്റെ ബേസിക് എന്താ? കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കുന്നതാണ് തക്കല്ലുമായിട്ട് വരിക. ഇതിൽ ഈ ആയത്തിൽ തക്കല്ലുമുണ്ട്, സമഉണ്ട്. സമഉണ്ട്, തക്കല്ലുമുണ്ട്. സമഅ് കേൾവിയാണ്, തക്കല്ലും എന്താ? സംസാരമാണ്. തക്കല്ലുമ്, തക്കല്ലും, തക്കല്ലമ യതകല്ലമു, തക്കല്ലും സംസാരിക്കൽ, സംസാരം. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇനി ആ കേൾക്കുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണം, ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണം ഏറ്റവും പ്രധാനം കേൾവിയുടെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെ? ഇപ്പം ഒരു തൊള്ളിയിൽ നിന്ന് വെറും തോന്നിയാസം മാത്രം, തെറി മാത്രം പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ചെറിയ പ്രായത്തിലേ കേട്ടതും വളർന്നതും അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കും. മനസ്സിലായണ്ട? ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണം. ഒരു ചെറിയ വീട്ടിൽ മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ ആ സംസാരം എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ആര് വളർന്നു വരുന്നുണ്ട്? ഈ പറയുന്നതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട് മക്കൾ. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല. കുട്ടികളെ ചിലപ്പോൾ അവിടെ റൂമിലിരുന്ന് വായിക്കുക, പഠിക്കുക, മുറ്റത്ത് കളിക്കുക, അടുക്കളയിൽ കൂടെ നടക്കുക, വീട്ടിനകത്ത് കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ട ആ കുട്ടികളൊന്നും കേൾക്കണില്ല എന്നുള്ളത്. ആ കുട്ടികൾ ശരിക്ക് വാപ്പാനും ഉമ്മാനെയും റെക്കോർഡ് ചെയ്യണം, ശരിക്ക് നിരീക്ഷിക്കുന്നുണ്ടാവും. നമ്മൾ ഓരോ വാക്കും ആ കുട്ടികളെ ഹൃദയത്തിൽ പതിക്കും. നമ്മൾ ഈ മുതിർന്ന ആൾക്കാരും കുട്ടികളും നമ്മളെ വ്യത്യാസം എന്താ? നമ്മളെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും വിചാരിക്കാനും ഒക്കെ പല വിഷയങ്ങളുണ്ട് നമ്മളെ മനസ്സിൽ, അല്ലേ? 100 കാര്യങ്ങളുണ്ട്. ആ 100 കാര്യങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊന്നും ചില കാര്യങ്ങളൊന്നും കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. കാരണം എന്താ? അതിനേക്കാളും വലിയ കാര്യം നമ്മളെ ദിഹിനിൽ കിടന്ന്, നമ്മളെ ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ്. പലതുണ്ടാകും. കുട്ടികൾ ഫ്രീ ആണ്. കുട്ടികളെ മനസ്സിലെന്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ആ ഫ്രീ മൈൻഡിലേക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യപ്പെടും. അവർ പെട്ടെന്നത് കേൾക്കും, പെട്ടെന്നത് വലിച്ചെടുക്കും. കാരണം അവർക്ക് കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളോ മറ്റ് കാര്യങ്ങളോ മറ്റ് വിഷയങ്ങളോ ഒന്നും അവർക്ക് എന്തില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് കാലിയായി കിടക്കുക. ആ കാലിയായി കിടക്കുന്നത് പെട്ടെന്നത് പതിയും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകളെ വീട്ടിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടുള്ളൂ. ഒരൊറ്റ വട്ടം നമുക്ക് ദേഷ്യം പിടിച്ചു എന്ത് കാരണമാവട്ടെ, ഒരൊറ്റ തവണ നമ്മളെ നാവിന്ന് എന്തെങ്കിലും ഒരു അനാവശ്യ വാക്ക് വന്നാൽ മതി, പിന്നെ തൊട്ടടുത്ത നിമിഷം നമ്മളെ മക്കളുടെ കുട്ടികളെ വായിന്ന് അതേ വാക്ക് വരണേ കാണാം. അതേ വാക്ക് ആ കുട്ടികൾ പ്രയോഗിക്കും. അതുകൊണ്ടാണ് ആ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂട്ടുകെട്ടും സൗഹൃദവും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മളൊന്നും നമ്മളെ വീട്ടിലോ നമ്മളെ ജീവിതത്തിലൊന്നും പറയാത്ത ചില കാര്യങ്ങളായിരിക്കും കുട്ടികളിലിപ്പം ചിലപ്പോൾ ചില ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയണ ചില സമയങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. കുട്ടികൾ ഒന്നുകിൽ അംഗനവാടിയിൽ നിന്ന് വന്ന ഉടനെ, അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ, വന്ന ഉടനെ വീട്ടിൽ ആ സമയത്തൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കുട്ടികൾ ഈ വാക്കുകൾ പറയാം. അത് അധ്യാപകരാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം അധ്യാപകരൊക്കെ ചില വാക്കുകളൊക്കെ പറഞ്ഞ് പരാതിയായിട്ട് പിന്നെ സ്കൂളുകളിലൊക്കെ രക്ഷിതാക്കളൊക്കെ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അയാൾ ചിന്തിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ അയാൾ വാക്കുകൾ പറഞ്ഞു പോകും. പക്ഷെ അത് ആ വാക്ക് കുട്ടികളെ ഹൃദയത്തിൽ അത് കിടക്കും. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ നമ്മൾ സംസാരിക്കാവൂ. ആ സംസാരിക്കുന്നത് സൂക്ഷിച്ചാവണമെന്ന് പറയാൻ കാരണം ഈ സംസാരം നമ്മുടെ തക്കല്ലുമ് വേറൊരാൾക്ക് സമആയിട്ട് പോവാണ്. അതാ പ്രശ്നം. നമ്മുടെ തക്കല്ലും നമ്മുടെ സംസാരം വേറൊരാളുടെ സമആയിട്ട് പോവാണ്. അപ്പം അത് രണ്ട് തരത്തിലുള്ള ശിക്ഷയാണ് വരിക. ഒന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളത്, മറ്റോനത് കേട്ടു എന്നുള്ളത്. എങ്ങനെ? നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ കുറ്റമുണ്ട്, പിന്നെ
മറ്റോൻ്റെ ചെവിക്ക് അത് എത്തി എന്നുള്ളതിനെ കുറ്റം വേറെയുണ്ട്. ആ ഗൗരവം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എല്ലാം കേൾക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ യസ്തമീഉനൽ ഖൗല എന്ന് പറഞ്ഞതാണ് ഖുർആനാണ്. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതിലെ ഏറ്റവും നല്ലതിനെ പിൻപറ്റണം എന്നാ പറഞ്ഞത്. അപ്പം സമഅ് ഏറ്റവും പ്രധാനമാണ്, കേൾക്കേണ്ടതേ കേൾക്കാവൂ. അപ്പം അത്തരം കേൾക്കേണ്ടി വരുന്ന ഘട്ടങ്ങളെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കണം. ഇപ്പം കേൾക്കാൻ പാടില്ലാത്ത സംഗീതവും മ്യൂസിക്കും ഗാനമേള ഇങ്ങനെ സംഗതികളൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടുന്ന് വല്ലേ അത് ഒഴിവായി പോരുക എന്നുള്ളത്. ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇപ്പം നമ്മൾ അങ്ങാടി കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ, അപ്പം നമ്മൾ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകരാണെങ്കിൽ അപ്പം അവിടെ സംഗതി നടക്കണം, നമുക്ക് അവിടെ ഒപ്പിട്ട് പോയിട്ട് നമുക്ക് പോരാൻ പറ്റൂല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മൾ പെട്ടുപോകും. റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, പൊറുക്കെല്ലാം തേടതല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല അവിടെ, നമുക്കതേ പറ്റുള്ളൂ. എന്നാൽ നമ്മളെക്കൊണ്ട് മാറിപ്പോരാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അത്തരം കാര്യം. അപ്പോൾ നമുക്ക് ഇത് കേൾക്കാനോ നമുക്കിത് പറയാനോ പാടില്ലാത്തതാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ആര് ചോദിക്കണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ സമഅ് വളരെ പ്രധാനമാണ് എന്നത് നമ്മൾ പഠിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. എന്താ നിർബന്ധമായും കേൾക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മളെ ഫമും അഫ്വാഹും അൽസിനത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിക്കും ബാധക. അതായത് നാവുകൊണ്ട് മൊഴിയാൻ പാടില്ലാത്ത, നാവ് ഏറ്റെടുത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, അതുകൂടി പഠിക്കണം, അപ്പോഴേ പൂർണ്ണമാവുള്ളൂ. അതെന്താ? നിർബന്ധമായും നാവ് കൊണ്ട് മൊഴിയേണ്ടതും നിർബന്ധമായും നാവ് കൊണ്ട് ഏറ്റു പറയേണ്ടതുമുണ്ട്. അത് പറയാതിരിക്കലും തെറ്റാണ്. പറഞ്ഞ മനസ്സിലാവണ്ട? അപ്പം ഇതേപോലെ തന്നെയാണ് സമഅ്. കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം. കേൾക്കേണ്ട കാര്യങ്ങളുണ്ട്, നിർബന്ധം കേൾക്കും വേണം, അതിൻ്റെ മറ്റു ഭാഗമാണ്. അപ്പം നിർബന്ധമായും കേൾക്കേണ്ടത് എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നിർബന്ധമായും കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 5 നേരത്തെ പള്ളിയിലെ ബാങ്ക് കേൾക്കണം. നിദാ ആണത്, വിളിച്ചു പറയലാണ്. ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കേൾക്കൂലേ? കേൾക്കാനല്ലേ പറഞ്ഞത് അല്ലേ? ബാങ്ക് എന്താണ്? ഒരു നിദാ ആണ്, ഒരു വിളിച്ചു പറയലാണ്. അത് നമ്മൾ അപ്പം അതിന് നമ്മൾ ഉത്തരം കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞ്? പിന്നെ ഏറ്റവും നല്ല വാക്ക് ഏതാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അത് ആ അള്ളാഹുവിലേക്കുള്ള വിളി നമ്മൾ ഏറ്റവും നല്ല വാക്ക്, അത് കേൾക്കണം, നിർബന്ധമായിട്ട് കേൾക്കണം. അപ്പം അത്തരം സംസാരങ്ങൾ ഉള്ളിടത്ത് നമ്മൾ ചെല്ലണം. ഇപ്പം വിജ്ഞാന വേദികൾ, ഇപ്പം അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച വീണ്ടും ഒരു വിജ്ഞാന വേദി നടക്കുകയാണ് ഇവിടെ നമ്മളെ TVS ഓഡിറ്റോറിയത്തിൽ. അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം അഹ്ലൻ റമദാൻ, സമീർ മുണ്ടേരിൻ്റെ ക്ലാസ്. അതിമനോഹരമായ ക്ലാസ്സാണ്. കുടുംബസമേതം പങ്കെടുക്കണം, നമ്മൾ കേൾക്കണം. അത് നമ്മളെ ചെവി സാക്ഷിയാകേണ്ടതാണ്, അത് കേട്ടേ പറ്റുള്ളൂ. അത് നാളെ ചോദ്യം ഉണ്ടാകും. അത് സമയനെപ്പറ്റി ചോദിക്കുമ്പം കേൾക്കാൻ പാടില്ലാത്തത് എന്തൊക്കെ കേട്ടു എന്ന് മാത്രമല്ല, കേൾക്കേണ്ടത് എന്തൊക്കെ കേട്ടില്ല എന്ന ചോദ്യവും ഈ സമയൻ്റെ പരിധിയിൽ വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്തൊക്കെ കേൾക്കണം? മാതാപിതാക്കളെ വാക്കുകൾ കേൾക്കണം, കഷ്ടപ്പെടുന്നവൻ്റെ വാക്ക്, പ്രയാസപ്പെടുന്നവൻ്റെ വേദനകളൊക്കെ കേൾക്കണം. കേട്ടില്ല എന്ന് നടിച്ചു, ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോകും. അതുകൊണ്ട് ആ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോയതൊക്കെ, ആ സമവും ബസറൊക്കെ നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാവും. അപ്പം ശരി, അപ്പം അതിൽപ്പെട്ട നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതാണെന്ത്? പാടില്ലാത്തൊരു കാര്യമാണിത്. ഇത്തരം അപവാദങ്ങൾ, മറ്റുള്ളവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാനും പാടില്ല. വേറൊരാൾ പറഞ്ഞാൽ അത് കേൾക്കാനും പാടില്ല. ഇനി കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ കേട്ടുപോയാൽ പിന്നെന്താ ബാധ്യത?
ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തു പോയാൽ എന്ത് ചെയ്യും? അതിന് പരിഹാരമുണ്ട് അല്ലേ? ഇപ്പം നമ്മളൊരു കാര്യം മറന്നുപോയി, അബദ്ധം ചെയ്തു പോയി, എന്താ പരിഹാരം? റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന, പ്രാർത്ഥിക്കണം. അത് നമ്മൾ അറിയാതെ പോവാണ്. പടച്ചോനെ ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന, അബദ്ധം പറ്റി മറന്നുപോയി, പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ, പ്രാർത്ഥിക്കണം. ഒരു സംഗതിക്ക് പരിഹാരമുണ്ട്. അപ്പം നമ്മളോട് ഒരാൾ വന്ന് ഇത്തരം അപവാദം പറഞ്ഞാൽ, ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന, വ്യഭിചാര ആരോപണം ആവണമെന്ന് മാത്രമല്ല കേട്ടോ, ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വല്ലതും പറഞ്ഞാൽ, ഇതൊക്കെ എവിടെ, അത് രാഷ്ട്രീയത്തിലും പറ്റൂല, മതത്തിലും പറ്റൂല, കുടുംബ പ്രശ്നത്തിലും പറ്റൂല, ഒരു നിലക്കും പറ്റൂല. അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ഒരു ദീനി ദേവത്ത്, ഒരു ഖണ്ഡന പ്രസംഗം നടക്കുകയാണ്, ഒരു പ്രഭാഷണം നടക്കുകയാണ്, ഒരു സംവാദം നടക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റോൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന വാക്ക് പ്രയോഗിക്കാൻ പാടില്ല. മാന്യമായിട്ടിരിക്കണം സംവാദം. ജാതിൽഹും ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലെ സംവാദം പറ്റുള്ളൂ. മതത്തിൻ്റെ കാര്യത്തിൽ ഒരാളിങ്ങനെ അങ്ങോട്ട് തെറി വിളിച്ച് പറഞ്ഞു വിചാരിച്ചോളി, അങ്ങോട്ട് തെറി പറയാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലാവണ്ട? ഏത് കാര്യത്തിലും നിങ്ങൾ എടുത്തോളി. രാഷ്ട്രീയത്തിൽ പറ്റുമോ? രാഷ്ട്രീയക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജ് ഇട്ടിങ്ങാണ്ട് പറയണ എന്തെല്ലാം, അത് പറയാൻ പറ്റുമോ? പറ്റൂല. കുടുംബത്തിൽ പറയാൻ പറ്റുമോ? കുടുംബ പ്രശ്നം പറയാൻ പറ്റില്ല, ഒടിയും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ അഭിമാനം എന്നത് വളരെ പവിത്രമാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ഉപദ്രവിച്ചവരാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ്. എന്നിട്ട് നബിക്ക് തിരിച്ചടിക്കാൻ അവസരം കിട്ടിയപ്പോൾ, മക്ക ഫത്ഹായി, മക്ക ഫത്ഹായപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇന്ന് ഇവിടെ ഒരു കളിയൊക്കെ കളിക്കും എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? അത്രയും നബിനെയും സഹാബികളെയും മക്കത്തുനിന്ന് ഇവർ ഉപദ്രവിച്ചതാണ്, അങ്ങനെ ആട്ടി ഓടിച്ചതാണ്. അവിടുന്ന് തിരിച്ചു വന്ന് മക്ക ഫത്ഹായതാണ്. അവിടുന്നാണ് നബി പ്രഖ്യാപിക്കണത് എന്ത്? നിങ്ങളുടെ മാലും നിങ്ങളുടെ അറാലക്കും ഹറാമുൻ അലൈക്കും, നിങ്ങൾ അഭിമാനം പവിത്രമാണ്. ഈ നാട് പോലെ, ഈ മാസം പോലെ, ഈ കഅബ പോലെ, ഈ ദിവസം പോലെ പവിത്രമാണ് എന്ന് ആര് പറയാ? റസൂൽ പറയാം. അത് ആരുടെ അടക്കം? മക്കത്തെ മുശ്രിക്കിൻ്റെ അടക്കം. മുശ്രിക്കിൻ്റെ അടക്കം. ഏറ്റവും വലിയ തിന്മ ശിർക്കല്ലേ? ഇസ്ലാം വെറുക്കുന്ന ഏറ്റവും വലിയ തിന്മ. അപ്പോൾ ഒരാളുടെയും അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന ഒരു വാക്കോ, അങ്ങനെ ഒരു വാക്ക് പറയാനും പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടാൽ ഒരു വിശ്വാസിക്ക് 3 ബാധ്യത ഉണ്ട്. ഒന്ന്, മായക്കൂനുലന അന്നതകല്ലമ ബിഹാദ. എന്താണ്? മായക്കൂനുലന അന്നതകല്ലമ ബിഹാദ. ഇത് നമുക്ക് സംസാരിക്കാൻ പാടില്ല. നമ്മളെ വീട്ടിലൊരു വിരുന്നേരെ വന്ന് ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഭയങ്കര സംസാരം, വീട്ടിലിരുന്ന് വന്ന് പിന്നെ നമ്മൾ ചായ മിച്ചറൊക്കെ കൊണ്ടുവച്ച് കൊടുത്ത് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ സൽക്കരിച്ചിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുമ്പം ആ വർത്തമാനത്തിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകം സ്ത്രീകൾ, ഈ സൂറത്ത് സ്ത്രീകൾ പഠിക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ ആരെപ്പറ്റി സംസാരിക്കുക? മൃഗങ്ങളെ പറ്റിയൊന്നും ആവില്ല മനുഷ്യനെ. ഈ ഈബത്തിനും മീമത്തും വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടിയെന്ന് ചോദിച്ച ഒരാൾ പണ്ട് സംസാരത്തിൽ. എന്താ നല്ലത്? അല്ല, നല്ലൊരു മറുപടി പറഞ്ഞ് നമ്മൾ മനുഷ്യന്മാരെ പറ്റി പറയണ്ട, വീട്ടിലെ ആട് കോഴി ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള സ്വത്തുക്കളെ പറ്റി പറയാം. എൻ്റെ പേരിൽ കോഴി എത്ര മുട്ടടൊടി, എൻ്റെ ആടിനിപ്പോൾ പാലുണ്ടാ, പശുവിനിപ്പോൾ കറക്കുമോ, ഇങ്ങനെയുള്ള വർത്താനം പറയാം. നല്ല പരിഹാരം അതാ. നോട്ട് ചെയ്ത് വെച്ചോളി, പറഞ്ഞു കൊടുക്കുക. ഈബത്തിൻ്റെ മീമത്തും പറയാതിരിക്കാൻ. ഈബത്തിൽ എങ്ങനെ എത്ര ശ്രദ്ധിച്ചാലും എന്താവും? വന്നു പോകും. എല്ലാവർക്കുള്ള പരാതിയാണ്. നമ്മൾ കുറേ കണ്ട് പറഞ്ഞിട്ട് പറയും ഈബത്തിൽ പറയല്ലട്ടോ പറയും. ഈബത്ത് പറയല്ലട്ടോ, ഇവിടെ ഈബത്ത പറഞ്ഞത് മുഴുവനും എന്നിട്ട് പറയും ഈബത്തല്ലട്ടോ പറഞ്ഞിട്ടോ പറയും. അപ്പോൾ ഒരാൾ ഈബത്തിന് മീമത്തും വന്നു, അതിന് ഗൗരവം എന്താ? നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നിസ്കാരത്തിന് 1-ാമത്തെ സഫിൽ നമ്മൾ ഉണ്ടാകുക, സക്കാത്തൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മളെ ഹജ്ജ് ഉംറയൊക്കെ ഭയങ്കര നല്ല ഹജ്ജ് ഉംറയാണ്. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് ഈ അമലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, ഈ അമലൊക്കെ വേറെ ആൾക്കാർക്ക് കൊണ്ടുകയാണ്.
എൻ്റെ പ്രശ്നം എന്താ? നമ്മൾ ഈ അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു കാര്യം അതാണ് ഈബത്തിന് മീമത്വം. അപ്പം അതിന് വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത മറുപടിയാണെന്ത്, മനുഷ്യന്മാരെ പറ്റി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ജന്തുക്കളെപ്പറ്റി, ജീവജാലങ്ങളെപ്പറ്റി, മൃഗങ്ങളെപ്പറ്റി ഒക്കെ പറയാം. അങ്ങനത്തെ വർത്താനം പറഞ്ഞാൽ മതി, ആടും കോഴിയൊക്കെ പറഞ്ഞാൽ മതി. മനുഷ്യന്മാരെ പറ്റി പറയാൻ എന്താണ് എൻ്റെ മൂത്ത മരുവളെ പാട്, എൻ്റെ മൂത്ത മരുവളെ എന്താ ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചാൽ മതി. അപ്പം അടുത്ത് തുടങ്ങി എന്താ അപ്പം അതൊക്കെ പറയാം, മൂത്ത മരുവളെ കാര്യം പറയാതിരിക്കണ നല്ലത്. പിന്നെ ആ മൂത്ത മരുവളെ കുറ്റായി. എങ്ങനെയുണ്ട്? അപ്പം അത്തരം കാര്യങ്ങൾ അപ്പം ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ, സംസാരിച്ച് നമ്മളിങ്ങനെ ചായ കുടിച്ച് സംസാരിച്ച് ഇങ്ങനെ വരുമ്പം ഇമ്മാതിരി വർത്താനങ്ങൾ വരുമ്പം ഓളെ കാര്യമൊന്നും പറയണ്ട, ഓക്ക് പണ്ടേ ഓൾ പഠിക്കണ കാലത്തേ ഓക്കൊരു ബന്ധമൊക്കെ ഉണ്ടേനിയല്ലോ, ഓള് കുറേ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തേനിയല്ലോ എന്നൊരു വർത്താനം പറയുമ്പം സ്റ്റോപ്പ് ചെയ്യണം. കേൾക്കുമ്പോൾ എന്ത്, മായക്കൂനലന അന്നത്തക്കല്ലമ. നിങ്ങൾക്ക് ആയത്തോതി പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ആയത്തോതി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ഖുറാൻ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ആയത്തോതി പറഞ്ഞു കൊടുക്കാൻ പറ്റും. മായക്കൂലന അന്നത്തക്കല്ലമ. ഒന്നാമത്തെ കാര്യം അതാ. ഇനി സുബ്ഹാനക്ക് പറയാണ്ട് ആദാ ബുഹത്തല, അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഖുറാനിലെ മറ്റ് ആയത്തുകൾ കൊണ്ട് തദബ്ബൂർ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഈ സുബ്ഹാനക്ക് അവിടെ കയറി വന്നത് എന്തുകൊണ്ടാന്ന്. പിന്നെ ബുഹ്താനിന് അലീമാണ്, അത് അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ്. അത് ഖുറാനിൽ വേറെ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അത് പറയുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം. നമ്മളിപ്പോൾ ഒരു ഇത് ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിസ്സാരാക്കണ്ട. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ചെവിയും നാളെ ചോദ്യം ചെയ്യപ്പെട്ടും റബ്ബിൻ്റെ മുന്നിൽ അവിടെയും നമ്മൾ രക്ഷപ്പെടണം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ വാക്കിലും പ്രവർത്തികളിലും നമ്മളെ സമ്മും ബസറും ഫുആദുമെല്ലാം അള്ളാഹു ഈമാനും തഖ്വയിലുമാക്കി തരുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു സാക്ഷികളാകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ശരീരത്തിന് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب